ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞത് ഞാൻ നേരെ കോട്ടത്തറ വീട്ടിലേക്കാണ് പോയത്. അവിടെ സീതാപ്പഴം പഴുക്കാറായിട്ടുണ്ടെന്ന് അച്ഛൻ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പൊന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് കയ്യെത്താവുന്ന ദൂരത്തുള്ളതൊക്കെ പറിച്ചെടുത്തു. കുറച്ച് പൊക്കത്തുള്ളതൊക്കെ അച്ഛൻ പറിച്ചു തന്നു. എല്ലാം കൂടി ഒരു കവർ നിറച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമാണ് സീതാപ്പഴത്തിന്. ഇതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട്, ആത്തച്ചക്ക. പക്ഷെ അതിന് അധികം മധുരം ഉണ്ടാവില്ല, ഇതിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഈ ചെടി തന്നെ നിന്ന് കഴിഞ്ഞാൽ പഴുക്കുകയൊക്കെ ചെയ്യും, പക്ഷേ മധുരം ഉണ്ടാവില്ല. മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ പോവും. അത് പിന്നെ മാത്രമല്ല കുറേ കിളികൾ വന്ന് കൊത്തുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഈ മൂത്തതൊക്കെ എടുത്ത് കവറിലാക്കി ഞാൻ വീട്ടിൽ പോവാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ പോവാണ്. വീട്ടിൽ ചെന്ന് ഇതൊക്കെ അരിയിലിട്ട് വെക്കും. അരിയിലിട്ട് വെച്ചാൽ വേഗം തന്നെ പഴുക്കും. പോണ വഴിക്ക് പച്ചക്കറി കടയിൽ നിന്ന് നല്ല മൂത്ത പേരയ്ക്ക കണ്ടപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെനച്ചതായിരുന്നു. എനിക്ക് ചെനച്ചതാണ് ഇഷ്ടം പഴുത്തതിനെക്കാട്ടും. വീട്ടിൽ ചെന്നതും വാതിൽ തുറക്കുന്നതിന് മുന്നേ ഞാൻ മാങ്ങ 2 എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൊന്നു വന്ന് പൊന്നിൻ്റെ ഡ്യൂട്ടി തുടങ്ങി. ചെടികളൊക്കെ നനയ്ക്കാണ്. എൻ്റെ ചെമ്പരത്തിയുടെ മുട്ട് മൊത്തം കൊഴിഞ്ഞു പോവാണ് കേട്ടോ.